നമസ്കാരം ഗൈസ്, ദേവന്റെ മാഡ് വൈബ്സ് നോസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ BB സീസൺ 6 ഇന്നലെ കൊടിയേറിയിരിക്കുകയാണ്. മച്ചന്മാരി ഒന്നും പറയാനില്ല, വേറെ വൈബ്, വീട് ഒരു രക്ഷയില്ല, അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. 4 റൂമാണുള്ളത്, അതിൽ 3 വന്നിട്ട് നെസ്റ്റും ടണലും, വേറെ ഒരെണ്ണമുണ്ട് നമ്പർ 1. അതറിയാവുന്നവർ എന്താണ് ആ വീടിൻ്റെ ആ റൂമിൻ്റെ പേരെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 4ാമത്തെ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ പവറാണ്. ഓക്കെ, എല്ലാത്തിനും A to Z, ക്യാപ്റ്റൻ, ജയിൽ ടാസ്ക്, ജയിൽ നോമിനേഷനിൽ, അതേപോലെ ഷോപ്പിങ്ങിനും, അതേപോലെ A to Z എല്ലാത്തിനും അതിനകത്തൊരു അടിപൊളി പവർ ഉണ്ടാവും ആ റൂമിൽ. അപ്പം തന്നെ ഈ ബാക്കിയുള്ള 3 റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. ലാലേട്ടൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ബെഡൊക്കെ വളരെ ചെറുതാണ്. അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ മറ്റ് കലാപരിപാടികളെന്നല്ല ഉദ്ദേശിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പുറത്തിരുന്ന് കാണുന്ന പോലെയല്ല, അതിൻ്റെ അകത്തുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബെഡാണ്. ആ ബെഡിലോട്ട് വരുന്ന 4 ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 3 ആൾക്കാർ തമ്മിൽ അറഞ്ചം പുറഞ്ചം പത്താറ്റ ഒരു ഫൈറ്റ് വന്നിട്ടുണ്ടെങ്കിലും അവിടെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ സെപ്പറേറ്റ് റൂം, ഒറ്റ റൂമിൽ തന്നെ ഓൾ റൂംസും സെപ്പറേറ്റ് ബെഡാണ് ഇരുന്നെങ്കിൽ പോലും ഇവിടെ ഒറ്റ ഇതിലാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ഫൈറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് തിരിയുമ്പോഴേക്ക് ഇയാളുടെ മുഖമായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ 3 റൂമും 4 റൂമും അങ്ങനെ 1, 2, 3 റൂമിനെ ചെറുതാക്കി 4ാമത്തെ പവർ റൂമായിട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ കോമ്പറ്റീഷനിൽ ഒരു അടിപൊളി ഫൈറ്റാണ് വരാൻ പോകുന്നത്. അതേപോലെ കൺഫെഷൻ റൂം എന്ന് പറയുന്നത് കഴിഞ്ഞ കൺഫെഷൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബും മിസൈലും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇത്തവണ ലാലേട്ടൻ പറഞ്ഞ മാതിരി കൺഫെഷൻ റൂം എന്ന് പറഞ്ഞാൽ ഞാൻ സമാധാനം, നമുക്കൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ളൊരു ഫീല്, എല്ലാം പറയുന്നത് അക്യുറേറ്റ് ആണ് കേട്ടോ. ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു ഫീൽ അതിനകത്ത് കിട്ടുന്നുണ്ട്. അടിപൊളി വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട്. അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് ഫുൾ ലൈറ്റ്സും സംഭവങ്ങളൊക്കെ ഇതിലൂടെ കാണുമ്പോൾ ഇത്രയും ഭംഗിയെങ്കിൽ നേരിട്ട് അവിടെ നിൽക്കുന്നവർക്ക് എത്രത്തോളം അതിൻ്റെ വൈബ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ടാസ്ക് 4 ഇത് വെച്ച് ഗ്രൂപ്പ് വെച്ച് തിരിച്ചിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നതെന്നാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ എന്തായാലും ഒരു അടിപൊളി ടാസ്ക് വരുന്നുണ്ട്. ടാസ്ക് എന്തായാലും ഒരു കോമ്പറ്റേറ്റീവ് ഫൈറ്റ് തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉദ്ദേശം 4ാമത്തെ റൂം തന്നെ ആയിരിക്കും. കാരണം അതിനകത്തുള്ളവർക്ക് കുറേ പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കുന്നത് 4ാമത്തെ റൂമായിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് തിരിക്കുമ്പോൾ എങ്ങനത്തെ ഗ്രൂപ്പായിരിക്കും തിരിക്കാൻ പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനിലും എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരുടേതായ ഒരു ഫയറിലാണ് നിൽക്കുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒറിജിനൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേരും സംഭവങ്ങളും ഇല്ലെങ്കിലും ഒറ്റ ടാഗ് ലൈനാണൊന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളത്. പക്ഷെ അവിടെയുള്ള എല്ലാവരും ഒരു മാറ്റിപ്പിടുത്തുമില്ല, സ്ട്രെയിറ്റ് കോമ്പറ്റീഷൻ എന്നുള്ളൊരു വൈബോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാവരും ഫുൾ ഓൺ ഫയറിലാണ്. പഴയ സീസണിൽ ഉണ്ടായ പോലെ ഫൈറ്റ് ഉണ്ടാവുന്നതിന് ശേഷമുള്ളൊരു സമാധാന കപ്പ് നിർത്തുന്ന ഒരു സംഭവം ഇത്തവണത്തെ സീസണിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും 1 by 1 ഫയറാണ്. ആൻഡ് ഗേൾസിലേക്കും വന്നിട്ട് ഞാനൊരു വില്ലത്തിന്നായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് അറിയാവുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയായ ജാസ്മിൻ ജാഫറയാണ്. ജാസു ആൾ ഫണ്ണിന് ഫണ്ണാണ്, പക്ഷേ ഫയറിന് ഫയർ തന്നെയാണ്. അപ്പോൾ ഗേൾസിലേക്ക് വന്നിട്ട് എനിക്കൊരു വില്ലത്തിയായിട്ട് ഫീൽ ചെയ്തത് ജാസ്മിൻ ജാഫറെ തന്നെയാണ്. അപ്പം റൂമിൻ്റെ വയസ്സ് ഏകദേശം തീരുമാനമായിരിക്കാണ്. 3 റൂമും 1 പവർ റൂമും. അപ്പോൾ പവർ റൂമിലേക്ക് ആയിരിക്കും എല്ലാവർക്കും നോട്ടം വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ തേങ്ങ ഒടിച്ചൊരു അടിപൊളി ഫൈറ്റും ടാസ്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല.